ഇതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഗോപുരം എന്ന് പറയുന്ന ബിൽഡിംഗ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്ന സമയങ്ങളിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് നെയ്യമൃത് വ്രതക്കാർ ഉച്ചക്ക് സദ്യ ഉണ്ടെന്ന സ്ഥലമാണിത്. അതുകൂടാതെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ മുഴുവൻ ഭണ്ഡാരങ്ങളും തിരുവാഭരണങ്ങളും എല്ലാം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണിത്. ഗോപുരം എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇതിന് പുറകിലെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലവും ഗോപുരത്തിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ഗോപുരത്തിൻ്റെ അവശിഷ്ടങ്ങളിലാണിത്. ഇപ്പോൾ അവിടെ ഇല്ല. ടിപ്പു സുൽത്താൻ നശിപ്പിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് നെയ്യമൃത് കൊണ്ടുവന്ന വ്രതക്കാരിൽ മോഹനേട്ടനാണ്. അപ്പോൾ നമുക്ക് മോഹനേട്ടനോട് സംസാരിക്കാം, എങ്ങനെ വ്രതം എങ്ങനെ ആരംഭിക്കുന്നതെന്നും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് നെയ്യ് കൊണ്ടുപോകുന്ന ആൾക്കാരും അവർക്ക് കഴിക്കുന്ന ഭക്ഷണ രീതിയും വ്രതം നോറ്റ് കഴിഞ്ഞാൽ കഴിയുന്നത് വരെയുള്ള ഭക്ഷണക്രമങ്ങളും വ്രതവും എങ്ങനെയാണെന്നുള്ള അതിനെ സംബന്ധിച്ച് മോഹനേട്ടൻ ഇപ്പം നമുക്ക് വിവരിക്കും. എങ്ങനെ മോഹനേട്ട എങ്ങനെ ഇതിന് തൊട്ട് തൊട്ട് വേറെ കൊടുക്കും. വൃക്കുളം തുടങ്ങി കഴിഞ്ഞാൽ 10 ദിവസം പെണ്ണുങ്ങൾ ഭക്ഷണം വെച്ച് തന്നെ കഴിക്കും. അതെ ശരി. ആദ്യത്തെ 10 ദിവസം പെണ്ണുങ്ങൾ, അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ഉത്രട്ടാതി മുതൽ സ്വന്തമായിട്ട് ഭക്ഷണം 10 ദിവസം നമ്മൾ ഭക്ഷണം വെച്ച് കഴിക്കും. ശരി. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞാൽ മഠത്തില്. അപ്പൊ ഈ 10 ദിവസം നിങ്ങൾ വേറെ വെച്ച് കഴിക്കുന്നത് എവിടെയൊക്കെ വെച്ചായിരിക്കും? അധികം ഗോപുരത്തിലാണ്. അത് മണത്തണ ഗോപുരം, കരിമ്പനേക്കൽ ഗോപുരത്തിൽ വെച്ച അതാണ് ഈ ബിൽഡിങ് അല്ലേ? മണത്തണ ഗോപുരം. രാത്രി നമ്മളെ കൂട്ടത്തിലുള്ള കൂട്ടത്തിൽ തന്നെ അത്താഴം ഉണ്ടാവും. അവരവരെ വീടുകളിൽ പോയിട്ട് അത്താഴം കഴിക്കാം. അത് കഴിഞ്ഞ് മഠത്തിൽ കയറുന്നത് ഉത്രട്ടാതി മുതൽ ആയില്യം വരെ മഠത്തിൽ കയറിയിട്ട് ആയില്യത്തിലാണ്. അത് ശരി. ഒരു നേരം. അത് ശരി. അപ്പം ഈ നെയ്യ് എഴുന്നള്ളിക്കുന്നത് ആയില്യത്തിലാ? വിശാഖത്തിന്റെ തലേന്നല്ലേ? 21 നെയ്യാട്ടം. 21 ജൂൺ മെയ് 21 തീയതിയാണ് നെയ്യാട്ടം. അപ്പം മെയ് 21 തീയതിയാണ് നെയ്യ് നിങ്ങൾ ഇവിടുന്ന് എഴുന്നള്ളിക്കുക. കൊട്ടിയൂർ ക്ഷേത്രത്തില് വൈശാഖോത്സവത്തിന്റെ ഭാഗമായി നെയ്യ് എഴുന്നള്ളിക്കുന്നത് 21 തീയതിയാണ്. അപ്പൊ 21 തീയതി ഇതിന് തടാന്നാന്ന് പറയാം. ഇത് കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇലയുടെ അടിയിൽ വെക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇലയിലാണ് കഞ്ഞി വിളമ്പ്. അപ്പോൾ കഞ്ഞി എവിടെയും ഒഴുകി പോകത്തില്ല. ഇത് പ്ലാവിലെയാണ്, കൊമ്പിള് കുത്തിയതാണ്. ഇത് സ്പൂണിൻ്റെ ഉപയോഗം ചെയ്യും. ഇതുകൊണ്ടാണ് കഞ്ഞി കോരി കുടിക്കുക. ഇതാണ് തടയൻ്റെ മുകളിൽ ഇല വെക്കും. ഇല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞി അതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ വെളിയിൽ പോകത്തില്ല. അപ്പോൾ കഞ്ഞി കുടിക്കാനുള്ളതാണ് ഈ പ്ലാവില. അപ്പോൾ നെയ്യമൃതുകാരുടെ കഞ്ഞി കുടിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ പൊയ്ക്ക്, ചക്കപ്പൊയ്ക്ക്, പിന്നെ ചെറുപയർ പൊയ്ക്ക്, പിന്നെ വെന്നി അതിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വെള്ളരിക്ക ഉണ്ട്, അതിന് വെന്നി എന്നാ പറയാം അല്ലേ? പിന്നെ ചക്ക പറഞ്ഞു. പിന്നെ ഉഴുന്ന് വറവ്, ഉഴുന്ന്. പിന്നെ മധുരപ്പൊയ്ക്ക്, പപ്പടം, ഉപ്പ്. ഇതാണ് നെയ്യമൃതുകാരെ കഞ്ഞിക്ക് വേണ്ട വിഭവങ്ങൾ അല്ലേ? കഞ്ഞി കുടിച്ചതിന് ശേഷം കൈ കഴുകാൻ ഈ ചിരട്ടയാണ് ഉപയോഗിക്കുക.
നെയ്യമൃത് വ്രതക്കാർ കഞ്ഞി കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രാർത്ഥനയല്ല.
കഞ്ഞി കുടിക്കാൻ വന്ന ഭക്തജനങ്ങളെയും കണ്ട നിങ്ങൾക്ക്. ഇത് ഉമേഷ് സാറാണ്, ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. ആ ഇവര് മൈസൂരിൽ നിന്ന് വന്നതാണ്. ഇവർ പണിസ്ഥലത്ത് നിന്ന് വന്നതാണ്. അങ്ങനെ പലരും റേഷൻ കട വരെ പൂട്ടിയിട്ട് ഭക്തജനങ്ങൾ ഇനിയും വരുന്നുണ്ട്. നെയ്യാമൃതാറ് കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളല്ല, ദേവസ്വത്തിൻ്റെ ടീമാണ് വരുന്നത്. അപ്പോൾ നെയ്യാമൃതാറ് കഞ്ഞി എന്ന് പറഞ്ഞാൽ അത്രയും വിശേഷാത്മകമായ സംഗതിയാണ്. കാത്തിരിക്കുന്നുണ്ട് എല്ലാവരും. നമ്മുടെ ഫ്രണ്ടാണ്, ബാംഗ്ലൂരിലാണ് നെയ്യാമൃത. ഇത് ഭക്തജനങ്ങൾ കഴിക്കുന്നതാണ്. ഇപ്പൊ നെയ്യമൃതകാർ കഴിച്ചു കഴിഞ്ഞു. അവർ കഴിച്ചു കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് കൊടുക്കുക. ഇത് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന കഞ്ഞി കൊടുക്കുന്ന സമയമാണ്. പപ്പടം, മാങ്ങ പെരട്ടി, 2 ഐറ്റം വന്നു. ഉപ്പ് വന്നു, കഞ്ഞി വന്നു, വെള്ളരിക്ക കറി, ചെറുപയർ കറി, ഇത് വെന്നി, ചെറുപയർ പുയി. കഞ്ഞിയിൽ തേങ്ങയുണ്ട്. ഇനി ഉപ്പ് നമ്മൾ ആവശ്യത്തിനിടുക. ചക്ക, മതി. ചക്കയാണ്. ഇതെന്ന ഐറ്റം? ഇത് പയറ് ഒന്നും മമ്പയരും അല്ല, മറ്റേ ചെറുപയരും ഉഴുന്നു അല്ലേ, രണ്ടും ഉണ്ട്.